ഇന്നത്തെ ദിവസത്തിനെ 3 പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയെന്നല്ലേ? ഒന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ 90-ആണ്. പിന്നെ നമ്മുടെ അജുവിൻ്റെ 3ാമത്തെ പിറന്നാളാണ് ഇന്ന്. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ 3 നമ്മൾ ഒരു ദിവസം വന്ന കാരണം ഫുൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ പോലെ കഴിക്കുന്നുണ്ട്, ഫാമിലീനൊക്കെ വിളിച്ച്. അപ്പോൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റണ മാക്സിമം ഞാൻ കവർ ചെയ്യാം. എനിക്ക് ഓഫീസിൽ പോകണം. ഇന്ന് ഓഫീസിൽ ഓണം സെലിബ്രേഷനാണ്. മാക്സിമം കവർ ചെയ്യാൻ പറ്റണത് എടുക്കുന്നുണ്ട്. അപ്പോൾ ശരി, വീഡിയോ കണ്ടാലോ. തലേ ദിവസം തൊട്ട് തുടങ്ങിയതാട്ടോ ഡെക്കറേഷനും കാര്യങ്ങളും. പക്ഷെ രാവിലെ ആയിട്ടും തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അജോ അജോ ഡ്രസ് ഇഷ്ടായോ? ഡ്രസ് ഇഷ്ടായോ? ഡ്രസ് ഇഷ്ടായോ? ഇഷ്ടായോ? അപ്പൊ നമ്മുടെ അജുട്ടി രാവിലെ തന്നെ കുളിച്ച് കുപ്പായൊക്കെ ഇട്ട് അച്ഛൻ്റെ കൂടെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് നമ്മുടെ കുട്ടീസ് തന്നെയാണ്. ഇവരും കൂടി വന്നേ പിന്നെ അവിടെ ബഹളമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലുള്ള 3 പ്രധാന കാര്യങ്ങൾ ഒരു ദിവസം തന്നെ വരുന്നു. എന്തായാലും വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എന്നും ഓർത്തിരിക്കും ഒരു സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇന്നത്തെ നമ്മുടെ പ്രധാന നായിക അതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സും എത്താൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പറയണ്ടല്ലോ, വിശേഷം തിരക്കിലായി, ഫോട്ടോ എടുക്കലായി, അങ്ങനെ കുറെ സമയം പോയി. അച്ഛനും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടി ആയതുകൊണ്ട് അവർക്കും ഉണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിവാക്ക് ഒരു ഗിഫ്റ്റ്. നമുക്ക് തരുന്ന ഗിഫ്റ്റിലല്ലോ കാര്യം, അത് തരാനുള്ള മനസ്സും നമുക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം അതിലല്ലേ കാര്യം. ഫൈനലി നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കുഞ്ഞിപ്പെണ്ണിന്റെയും അജുട്ടിയുടെയും ഫ്ലെക്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനിൽ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചടങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ താരങ്ങളെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയി. ഇത് ആരും മുറിക്കുന്നുള്ള കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇനി കുഞ്ഞിപ്പെണ്ണി എന്തായാലും മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് അജുവിനെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കാന് അവര് 3 കൂടി മുറിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എനിക്കെന്തായാലും തരാത്തുള്ള ചോദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണി ഇരിക്കണത്. എന്തായാലും ആ ചടങ്ങ് നമ്മളെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. അച്ഛനും അമ്മയും അജും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ഹാപ്പിയായി. പിന്നെ ഇങ്ങനെ നമ്മുടെ മെയിൻ കാര്യമായ ഫുഡ് അടിയിലേക്ക് പോയിട്ടോ. നല്ല നാടൻ സദ്യയായിരുന്നു നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നത്. ഇതൊക്കെ അല്ലേ ലൈഫിൽ ഓരോ സന്തോഷം. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, അത് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണല്ലേ. നമ്മളെ ചുന്ദരിപ്പെണ്ണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഏട്ടന്റെ മടിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കാനേ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റണത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കണേ. അപ്പൊ എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിലും ക്ഷമിക്കുക. അപ്പൊ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.